ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന വിഷയത്തെ പറ്റിയാണ്. ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള പോലെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ പറ്റിയിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ പറഞ്ഞിട്ടുള്ളത് എയ്ത്ത് വണ്ടർ ഓഫ് വേൾഡ് എന്നാണ്. ഹു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഏൺസ് ഇറ്റ് ആൻഡ് ഹു ഡസിൻ പേസ് ഇറ്റ്. അതായത് അതിനെക്കുറിച്ച് അറിയുന്നവർ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവർ ഏൺ ചെയ്യുന്നു, അത് അതിനെക്കുറിച്ച് അറിയാത്തവർ പേ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് സാധാരണ ആളുകളിലേക്ക് കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. ബാങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതെല്ലാം നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പം അതേപോലെ നമുക്ക് ഈ ഇത് നമുക്കൊരു ഫോർമുല ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അതേ ഫോർമുലയാണ്. പ്രിൻസിപ്പലും ഇൻട്രസ്റ്റ് റേറ്റും എത്ര വർഷം കൊണ്ട്, ടെന്യൂർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് ആ പൈസ കോമ്പൗണ്ട് ആയി കിട്ടുന്നത് എന്നുള്ളത് നമുക്കിവിടെ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, പി പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ എമൗണ്ട് എത്രയാണ് ടൈംസ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക 1 പ്ലസ് റേറ്റ് ടു ദ പവർ ഓഫ് എത്ര വർഷം, ടെന്യൂർ എത്ര വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ മൊബൈലിൽ വളരെ ഈസി ആയിട്ട് കുറേ ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് ഇത് ഈ എക്സൽ ഷീറ്റിലും നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് ഈ ടേബിളിലോട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10,000-ന്റെ ഇനീഷ്യൽ വാല്യൂ, ഡോളർ സൈൻ നോക്കണ്ട, നമുക്കത് റുപ്പിയായിട്ടും ചിന്തിച്ചാൽ മതി. ഒരു 30 വർഷത്തിനുള്ളിൽ 2% തൊട്ട് 6% വരെ 2% തൊട്ട് 6% വരെ ഇൻഫ്ലേഷൻ, നമ്മുടെ പണപ്പെരുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 5 വർഷം തൊട്ട് ഒരു 30 വർഷം വരെയുള്ള ടൈമിൽ ഒരു 10,000-ന്റെ വാല്യൂ എങ്ങനെ കുറയും എന്ന് നോക്കാം. ഇൻഫ്ലേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും വാല്യൂ കുറയും. ഇപ്പോൾ കറന്റ് ഇൻഫ്ലേഷൻ ഉള്ളത് 2.8 ആണ്. അത് നോക്കണ്ട, ഇത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് കുറവാണ്, പക്ഷേ ഫ്യൂച്ചറിൽ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 5.1 കാണിച്ചിട്ടുള്ള 2021-ത്തെ വാല്യൂ ആണ്. സോ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാ വെച്ച് കഴിഞ്ഞാൽ 10,000-ന്റെ ഈ വാല്യൂ ഒരു 6% ആണ്, ഹൈയസ്റ്റ് ഇൻഫ്ലേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോൾ 1741.10 ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഇതിൽ നിന്നും ഈ ടേബിളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഫ്ലേഷൻ ഇപ്പോൾ കുറവാണ്, ഓക്കെ, 3% ആണ്. എന്നിരുന്നാൽ പോലും ഒരു 20 ഇയേഴ്സ് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് ഹാഫ് ഉണ്ടാവുള്ളൂ, ഓൾമോസ്റ്റ് 5536.76 ഇത്രയേ ഉണ്ടായിരിക്കുള്ളൂ. സോ ഇൻഫ്ലേഷന്റെ ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതായത് നമ്മൾ ഈവൻ ബാങ്കിൽ FD അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു 5% അല്ലെങ്കിൽ ഒരു 6% അല്ലെങ്കിൽ ഒരു മാക്സിമം 7 to 8 എന്ന് വെച്ചോ ആണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഓക്കെ ആണ്. ബട്ട് ഇൻഫ്ലേഷൻ വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ പൈസയുടെ മൂല്യം അല്ലെങ്കിൽ അതിന്റെ പർച്ചേസിങ് പവർ എന്ന് പറയാം, പർച്ചേസിങ് പവർ അത് കുറഞ്ഞുകൊണ്ട് ഇരിക്കും. അതേപോലെ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷന്റെ ടേബിളിന്റെ പോലെ നമുക്ക് കോമ്പൗണ്ടിന്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ CAGR എന്നത് ഉദ്ദേശിക്കുന്നത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. എത്ര പൈസ വെച്ച് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് നമ്മുടെ കോമ്പൗണ്ടായി നമ്മുടെ പൈസ വർദ്ധിക്കുമെന്ന് നോക്കാം. ഇവിടെയും നമ്മൾ സെയിം ഇനീഷ്യൽ ക്യാപിറ്റൽ 10,000 ആണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോൾ 15% എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ ആണ്, എന്നാലും കിട്ടാവുന്നതാണ്. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പൗണ്ടിങ് കൊണ്ട് ഇതിന്റെ വാല്യൂ ഇത്രയായി മാറും. വെറും 10,000 ഉണ്ടായിരുന്നത് 662,000, അതായത് ഏകദേശം 6,62,117 രൂപ 72 പൈസ ഇത്രയും ആവും കോമ്പൗണ്ടിന്റെ എഫക്റ്റ്. അതാണ് നമ്മൾ പലപ്പോഴും അറിയാണ്ട് പോകുന്നൊരു കാര്യം. ഇത് ഞാൻ എക്സൽ ഷീറ്റിൽ അടുത്തത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ 12% ആണ് CAGR. 20 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ എമൗണ്ട് ഓൾമോസ്റ്റ് 1,96,462.93 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഇത് എക്സലിൽ എങ്ങനെയാണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് കാണിച്ചു. സോ നമ്മൾ നേരത്തെ കണ്ട ആ ടേബിൾ ഞാൻ ഇവിടെ എക്സൽ ഷീറ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ്റെ ടേബിളും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് എത്ര കോമ്പൗണ്ടിങ് നടന്നു കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളതിൻ്റെ ആ ഒരു ടേബിൾ ഞാൻ ഇവിടെ ഈ എക്സലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എക്സൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കാണാനും സാധിക്കും. അത് അതിൻ്റെ ഫോർമുല ഞാൻ ഇവിടെ കീൻ ചെയ്യാം. ഏതെങ്കിലും ഒരു കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഫോർമുല ഇങ്ങനെ വരുന്നത് ഈസ് ഈക്വൽ ടു പി ബി. നമുക്ക് പ്രസന്റ് വാല്യൂ എൻ്റെ ഫ്യൂച്ചർ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. പി ബി കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക. അപ്പൊ നമുക്കിവിടെ കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഫോർമുല വരുന്നുണ്ട്. ഓൾമോസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഒരു 2% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഇൻഫ്ലേഷൻ മൂലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ ഒരു 5 ഇയേഴ്സിന് നമുക്ക് കൊടുത്തു നോക്കാം. 5 ഇയേഴ്സിൽ ഇതിന്റെ വാല്യൂ എത്ര കുറയും നോക്കാം. അടുത്തത് നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, NPR 0 കൊടുക്കണം. മൈനസ് കോമ പിന്നെ മൈനസ് 10,000 കൊടുക്കണം. 10,000 ആണ് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ. മൈനസ് ഇടാൻ മറക്കരുത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത് PMT ആണ് നമ്മുടെ വാല്യൂ. പിന്നെ നമുക്ക് ഇത് ആവശ്യമില്ല. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടും. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഈ വാല്യൂ വന്നു. ഇത് എവിടെ നിന്നാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ വർഷവും നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മളിവിടെ 5 ഇയർ ആണ് ഇത് ചൂസ് ചെയ്തത്. 5 ഇയേഴ്സ് കഴിയുമ്പോൾ 2% ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മുടെ 10,000ന്റെ വാല്യൂ, നമ്മുടെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ കയ്യിലുണ്ടായിരുന്നത് 10,000 ആണ്. ഈ 10,000ന്റെ വാല്യൂ നമുക്ക് 9,057 ആയിട്ട് കുറയും. ഇത് ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റേ ഫോർമുല വെച്ച് ചെയ്യുന്നതിനേക്കാളും കാൽക്കുലേഷൻ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരും. വൺസിന്റെ ഡിജിറ്റിലോ അല്ലെങ്കിൽ പോയിന്റ്സിന്റെ ഡിജിറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നു മാത്രം. പക്ഷെ ഓൾമോസ്റ്റ് ഇത് കറക്റ്റ് ആയിരിക്കും. നമുക്ക് ഒരു വാല്യൂ കൂടി നോക്കാം. അപ്പൊ അടുത്തത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുക വെച്ച് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു പി വി കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5% ഇൻഫ്ലേഷൻ ആണെന്ന് വെച്ചു. ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 5% കൊടുത്തു നോക്കാം. 5%ൽ നമുക്ക് എത്ര വർഷം, ഒരു 15 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 25 ഇയേഴ്സ്, 25 വർഷം. 25 വർഷത്തിന് ശേഷം 0 കൊടുത്ത് കോമ ടൈപ്പ് ഞാൻ 0 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനസ് 10,000. ഓക്കെ, നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ വെച്ച് കഴിഞ്ഞാൽ 2953.03, അത് 2,953.03 ഇതാണ് കിട്ടുന്നത്. ഇത് എങ്ങനെയാ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫോർമുലയിൽ 5% അല്ലേ ഇൻട്രസ്റ്റ് പറഞ്ഞത്. 5% കൊടുത്തു. ഒരു 25 ഇയേഴ്സ്, 25 ഇയേഴ്സിന് നോക്കിയപ്പോൾ നമുക്ക് 2,953.03 കിട്ടി. ഇതേപോലെ തന്നെ ഒന്നുകൂടി നമുക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, 5% വെച്ചിട്ട് 25 വന്നപ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ഇത് ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് CAGR എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫോർമുല ഉണ്ട്. അത് ഈക്വൽ ടു കൊടുക്കുക. നമ്മളിവിടെ ഫ്യൂച്ചർ വാല്യൂ ആണ്, നമുക്ക് ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ആണ് നമുക്ക് അറിയേണ്ടത്. സോ ഇവിടെ FE എന്ന് കൊടുക്കണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സെയിം അതേപോലെ തന്നെ നമുക്ക് എത്ര ഒരു 12% മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെന്ന് നമുക്ക് 12% ഒക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കോമ നമുക്കൊരു 5 ഇയേഴ്സിന് എത്രയാണ്, അതിന് എത്ര CAGR നമുക്ക് വരിക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും മൈനസ് തന്നെ കൊടുക്കണം. എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 17,623 ആണ്. അപ്പോൾ നമുക്ക് 12% ഇൻട്രസ്റ്റിൽ ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ 10,000, ഇവിടെയും നമ്മൾ 10,000 തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ നമുക്ക് 70 കോമ്പൗണ്ടിങ് ആയിട്ട് 12% കിട്ടണം ആനുവലി. അപ്പോൾ 17,623.42 എന്നുള്ള വാല്യൂയിലേക്ക് വരും. നിങ്ങൾക്കിത് വേറെ വാല്യൂകൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് എക്സൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ നോർമൽ എക്സൽ ഷീറ്റിൽ വേറെ വാല്യൂകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ ചില റൂളുകളുണ്ട്. അതായത് നമുക്ക് ഈ ഫോർമുല ഒന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ
പൈസ എത്ര ഡബിൾ ആവും, എത്ര വർഷം കൊണ്ട് ഡബിൾ ആവും എന്ന് കാണിക്കാനുള്ള ഒരു റൂളാണ് ഈ റൂൾ ഓഫ് 72 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എക്സലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഈ ഫോർമുല വളരെ എളുപ്പമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു 6% ആണ് ആനുവൽ റേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 ഡിവൈഡ് ബൈ 6% കൊടുത്തു കഴിഞ്ഞാൽ 12 ഇയേഴ്സ് കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവും. അതേപോലെ 8% ആണെങ്കിൽ നമുക്ക് ഇതിൽ കാണിച്ച പോലെ 9 ഇയേഴ്സ് കൊണ്ട് 72 ഡിവൈഡ് ബൈ 8, അപ്പോൾ 9 ഇയേഴ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവും. ഇതിനെ റൂൾ ഓഫ് 72 എന്ന് പറയുന്നു. ഇതുപോലെ അടുത്ത 2 റൂളുകൾ കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. നമ്മൾ റൂൾ ഓഫ് 72 പറഞ്ഞ പോലെ ഡബിൾ ആവാനാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾക്ക് 3 ടൈംസ് ആവാനായിട്ട്, ട്രിപ്പിൾ ആവാനായിട്ട് നമ്മുടെ പൈസ എത്ര സമയം എടുക്കും അറിയാൻ വേണ്ടിയിട്ടുള്ള റൂളാണ് റൂൾ ഓഫ് 114 എന്ന് പറയുന്നത്. ഇതിൽ റൂൾ 72 കാണിച്ച പോലെ തന്നെ 114 ഡിവൈഡ് ബൈ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. 14% ആണെങ്കിൽ നമുക്ക് 8.14 ഇയേഴ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ട്രിപ്പിൾ ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 റൂള് നോക്കി കഴിഞ്ഞു, റൂൾ ഓഫ് 72, റൂൾ ഓഫ് 114. അടുത്തതാണ് റൂൾ ഓഫ് 144. ഇതിൽ ഏകദേശം നമുക്കറിയാം 12ന്റെ ഡബിൾ ആണ് അല്ലേ 144. അപ്പോൾ നമുക്ക് നമ്മുടെ പൈസ 4 ടൈംസ് ആവാനായിട്ട് എത്ര സമയം എടുക്കുന്നത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ 144 ഡിവൈഡ് ബൈ എത്ര പെർസെൻറ്റേജ് ആണ് റിട്ടേൺ നമ്മൾക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 14% ആണ് നമ്മൾക്ക് ആനുവൽ റിട്ടേൺ കിട്ടുന്നത്. പ്രത്യേകം ഓർക്കേണ്ടതെല്ലാം ആനുവൽ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 14% കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊരു 10.28 ഇയേഴ്സ് കൊണ്ട് 10 ഇയേഴ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ എമൗണ്ട് 4 മടങ്ങായിട്ട് മാറും. നമ്മൾക്കിത് കേൾക്കുമ്പോൾ ഇതിങ്ങനെ കിട്ടുമോ എന്നൊരു ഡൗട്ട് തോന്നും. നമ്മുടെ പൈസ ഇങ്ങനെ 4 മടങ്ങാവണമെന്ന് ആവുമോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. പക്ഷെ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഞാൻ കാൽക്കുലേഷൻ എക്സൽ വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, അത് ആവും. പക്ഷെ നമുക്ക് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് 14% ആനുവലി നമ്മൾക്ക് കിട്ടണം. പക്ഷെ ഇത് നടക്കാവുന്നതാണ്, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഫ്യൂച്ചർ നമ്മുടെ വീഡിയോസിൽ നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടുത്താം ഇങ്ങനെ ഇത് കിട്ടാനായിട്ട് എന്നുള്ളത് പറയാം. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണെങ്കിൽ സെബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, നമ്മുടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അവര് അതുപോലെ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അവരുടെ അണ്ടറിലുള്ള ലൈസൻസ്ഡ് ആയ ആൾക്കാർക്ക് മാത്രമേ അതിനുള്ള അവകാശങ്ങളുള്ളൂ സത്യം പറഞ്ഞാൽ. സോ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും നമ്മൾ ഫ്യൂച്ചർ ഇതിൽ അതൊക്കെ നമ്മൾ നോക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. താങ്ക് യു.